ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. കുറച്ച് ലേറ്റ് ആയിപ്പോയി, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അമ്പലമാണ്. അപ്പൊ അമ്പലത്തില് നമ്മുടെ സച്ചി വന്നു, സച്ചി തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ സുധിയാണെങ്കിൽ ആരോടോ ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മുടെ സച്ചിയുടെ കാറിൽ ഇങ്ങനെ ചാരി നിന്നപ്പോഴാണ് നീലിമ അതിനകത്ത് ഇരിക്കുന്നത്. നീലിമ പേടിച്ചു മാറി മാറി നീങ്ങി കണ്ണൊക്കെ പൊത്തി ഇരിക്കുകയാണ് കേട്ടോ. കണ്ടാ തീർന്നില്ലേ, പിന്നെ നമ്മുടെ നീലിമ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സുധി കാണാതെ മാറി നിൽക്കുകയാണ്. മാറി നിൽക്കുകയല്ല, ആ വണ്ടിക്കകത്ത് ഇരിക്കുകയാണ്. ഒരു കറുത്ത ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അകത്തേക്കൊരു വ്യൂ കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ സുധി ആ ഒരു ചില്ലിലൊക്കെ നോക്കി ഇങ്ങനെ സംസാരിക്കുകയും ഫോണിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ സച്ചി പോകാൻ വേണ്ടി ഇറങ്ങി വരിക രേവതിയോടൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സച്ചി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയിൽ ഇങ്ങനെ ചാരി നിന്ന് വിശാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ സുധിയോട് മാറി നിൽക്കണം, നീ എന്താണ് ഈ കാണിക്കുന്നത്, നിനക്ക് വേറൊരു സ്ഥലവും കിട്ടിയില്ലേ നിൽക്കാൻ, എടാ മാറാ, നീ നിന്റെ അമ്മായിയച്ഛൻ ജയിലിൽ എന്ന് പറഞ്ഞ നീ പോയി അവിടെ പോയി ശയനപ്രദക്ഷിണ നടത്താൻ നോക്കണം, ഫോൺ വിളിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക, അവന് വിട്ടുപോടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീനെ അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ സുധി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്താടാ ഭ്രാന്താണോടാ, നീ എന്താടാ ഈ പറയുന്നത്, ഞാൻ എന്നാത്തടാ ശയനപ്രദക്ഷിണം നടത്തുന്നത്, നിനക്ക് വട്ടാണോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ സച്ചി അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. ഇതൊന്നും കാണാത്ത രീതിയിൽ ഇങ്ങനെ നമ്മുടെ നീലിമ മറഞ്ഞ് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് സച്ചി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നീലിമ ഇങ്ങനെ രണ്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് സച്ചി ചോദിച്ചു, ഇതെന്ത് പറ്റി മേഡം, ഉറങ്ങിപ്പോയോ, ഹലോ മേഡം എന്ന് വിളിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയതാ, അതെ എന്താ താമസിച്ചത്, നമുക്ക് പെട്ടെന്ന് പോകാം എന്നിങ്ങനെ പറഞ്ഞപ്പം അതിനെന്താ മേഡം പെട്ടെന്ന് പോകാം, സോറി കുറച്ച് ലേറ്റ് ആയി പോയി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവർ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും നമ്മുടെ സുധി നേരെ അമ്പലത്തിനകത്തേക്ക് കയറി ചെല്ലുകയും ചെയ്യാണ്. അങ്ങനെ അമ്പലത്തിനകത്ത് ഓരോ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ശ്രുതിയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവശതയായിപ്പോയി. ആ ഒരു സ്റ്റേജിലായി ഇപ്പൊ സുധി ഉള്ളത്. ശയനപ്രദക്ഷിണം കഴിഞ്ഞു, കർപ്പൂരം കത്തിച്ചു, അങ്ങനെ ഏത്ത വിട്ടു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇനിയിപ്പോ വേറെ എന്തോ ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എന്താ അമ്മ ഇത്, ഇപ്പൊ തന്നെ ഏടത്തി മടുത്തില്ലേ, ഏടത്തിനെ കണ്ടില്ലേ, ഭയങ്കര ടയേർഡായിരിക്കുന്നു, ഇത്ര ഒന്നും ചെയ്യിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയില്ലേ, ദൈവകോപം കിട്ടില്ലേ, അതുകൊണ്ട് എല്ലാം ചെയ്യിച്ചോ, ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യിച്ചോ. വർഷയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ് കേട്ടോ. വർഷ ചിരിച്ചോണ്ടാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ അമ്മ എന്തിനാ അമ്മ ഇത്ര കഠിനമായിട്ടുള്ള ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്, പൂജകളൊക്കെ ചെയ്യിപ്പിക്കുന്നത്, അത് വേണ്ടമ്മേ, മടുത്തു, ശ്രുതിയുടെ മുഖം കണ്ടാ അറിയാലോ, ഭയങ്കരമായിട്ട് ക്ഷീണമായിപ്പോയി, ഇങ്ങനെയൊന്നും ചെയ്യിക്കരുത്, പാവമല്ലേ ശ്രുതി എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ നിനക്ക് അവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ദേ ശ്രുതി ഇവക്കുണ്ടല്ലോ നിന്നോട് അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാ നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങരുതെന്ന് ഇവൾ ആഗ്രഹിക്കുന്നത്, നീ അങ്ങനെയാണോ, നീ നിന്റെ അച്ഛനോട് സ്നേഹമുള്ളവളല്ലേ, അതുകൊണ്ട് ദേ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അവസാനിക്കണം, അതിനുവേണ്ടി നമ്മൾ കഠിനമായ വ്രതം എടുത്തേ പറ്റൂ, ആ വ്രതത്തിന് വേണ്ടിയാ ഈ പൂജകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ രവീന്ദ്രനും പറഞ്ഞു, ശരിയാ, നമ്മൾ പൂജ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യണ്ടേ, മോളുടെ അച്ഛന് വേണ്ടിയല്ലേ, വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സുധി മനസ്സിൽ വിചാരിക്കുക, എൻ്റെ ഈശ്വര, ഇല്ലാത്ത അച്ഛന് വേണ്ടിയുള്ള പൂജയാണല്ലോ ഈ നടത്തുന്നത്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, മടുത്തു, അവശ നിലയിലെത്തി ഞാൻ, ഇതിലും ഭേദം കല്യാണം കഴിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പെട്ടുപോയല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോൾ ചന്ദ്ര പെട്ടെന്ന് നമ്മുടെ ശ്രുതിയോട് ചോദിക്കാം, മോളെ നീ എന്താ ഇങ്ങനെ ഓർത്തിരിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയത്, ഹേയ് ഒന്നുമില്ലമ്മേ, ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതാ, എൻ്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങണമെന്ന്. ഇറങ്ങും മോളെ, മോളുടെ അച്ഛനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങും, അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം പൂജാരി വന്നിട്ട്, അതെ ഞാൻ പറഞ്ഞ ഇതെല്ലാം ചെയ്ത് തീർത്തോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ചെയ്ത് തീർത്തു പൂജാരി, ഇനിയിപ്പോൾ അടുത്തത് എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ടതില്ല, ഞാൻ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരാം, അതൊക്കെ അതേപടി അനുസരിച്ചാൽ മതി, പിന്നെ 48 ദിവസത്തെ കഠിന വ്രതം അത് എടുക്കേണ്ടിയിരിക്കുന്നു, പിന്നെ മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ, മോളുടെ അച്ഛൻ ഉടനെ തന്നെ ജയിലിൽ നിന്ന് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശാന്തി നമ്മുടെ ശ്രുതിനെ സമാധാനപ്പെടുത്തിയപ്പം ശ്രുതിയോട് ചോദിക്കുകയാണ്, ഇനിയിപ്പം ആ തട്ടം ഇങ്ങതാ, അല്ല മോളുടെ അച്ഛൻ്റെ പേര് എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഒന്ന് പതറിപ്പോവാണ് കേട്ടോ. പേര് ഇതുവരെ ശ്രുതി ആരോടും
പറഞ്ഞിട്ടില്ല, പേരിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ ശ്രുതി പേരിട്ടിട്ടില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ശ്രുതിക്ക് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അപ്പൊ വീണ്ടും ശാന്തി ചോദിക്കുകയാണ്, എന്താ മോളെ മോളുടെ അച്ഛന്റെ പേര് പറയാൻ എന്താ ഇത്ര താമസം? അപ്പൊ നമ്മുടെ ചന്ദ്ര, മോളെ നിന്റെ അച്ഛന്റെ പേര് ഇതുവരെ ഞങ്ങളോട് ആരോടും നീ പറഞ്ഞിട്ടില്ലല്ലോ, എന്നാ പിന്നെ നിന്റെ അച്ഛന്റെ പേര് പറഞ്ഞ് ഞങ്ങളും കൂടി ഒന്ന് കേൾക്കട്ടെ എന്ന്. അപ്പം ഒന്നും മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പൊ ശ്രുതി പറഞ്ഞു, അത് പിന്നെ അവളാകെ ടയേർഡായിട്ടിരിക്കുക, അവളുടെ മനസ്സ് ഇവിടെ ഒന്നും അല്ല, അതുകൊണ്ടാ അവള് പേര് പറയാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പതുക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ തപ്പി 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 അത് ജയ എന്നിങ്ങനെ പറയാ. അപ്പൊ പെട്ടെന്ന് രേവതി പറഞ്ഞു, ജയോ? ജയ ഒരു പെണ്ണിന്റെ പേരല്ലേ? അപ്പം ശാന്തിയും ചോദിച്ചു, ആ അത് ശരിയാണല്ലോ, ജയ ഒരു പെണ്ണിന്റെ പേരല്ലേ, അത് സാധാരണ പുരുഷന്മാർക്കിടാത്ത പേരാണല്ലോ ഈ ജയ. അപ്പം ജയയോ, ജയ എന്നാണോ, പെണ്ണുങ്ങളുടെ പേരാണോ മോളുടെ അച്ഛന്റെ പേര്? അപ്പൊ പെട്ടെന്ന് ശ്രുതി, അത് പിന്നെ ജയ ജയമോഹനൻ. ഓ, ജയമോഹനൻ എന്നിങ്ങനെ രവീന്ദ്രനും ബാക്കി നിന്ന് പറയാ. അപ്പം ജയമോഹനൻ എന്നാലേ മോളുടെ അച്ഛന്റെ പേര്? ആ, ഓക്കെ. ഞാൻ ഓർത്തു ജയ. ജയ സാധാരണ ഞങ്ങളുടെ അമ്പലത്തിലൊന്നും ഇതുവരെ ആരും ആണുങ്ങളുടെ പേരായിട്ട് വന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാട്ടോ മോളോട് ചോദിച്ചതെന്ന് ശാന്തി ഇങ്ങനെ പറഞ്ഞിട്ട്, അത് പിന്നെ മോളുടെ അച്ഛന്റെ നാളെന്താ? നാള് നാള് കുംഭം. കുംഭോ? അത് മലയാളം മാസമല്ലേ മോളെ? അല്ല, നാള്. അപ്പൊ രേവതി പറഞ്ഞു, അത് പിന്നെ ശ്രുതി ഇപ്പൊ നീ പറഞ്ഞത് മലയാള മാസാ. ഇതേ മലയാള മാസമല്ല, നാള് നമ്മുടെ നക്ഷത്രം ഏതാണെന്നാണ് ചോദിച്ചത് എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന്, അതോ, അത് ഭരണി. കുംഭത്തിലെ കുംഭത്തിലെ ഭരണി എന്നാ ശാന്തി ഞാൻ ഉദ്ദേശിച്ചതെന്ന് പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞ് അവിടെയും അതും ഇതൊക്കെ പറഞ്ഞൊന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ പൂജകളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പൊ അതിനു മുമ്പായിട്ട് ശാന്തി കുറെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കഞ്ഞി മാത്രമേ കഴിക്കാവുള്ളൂ, കഞ്ഞിയിൽ ഉപ്പിട്ട് കഴിക്കരുത്, അതും തന്നെ കൈവച്ചുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, നിലത്ത് കിടന്നേ ഉറങ്ങാൻ പാടുള്ളൂ, നോൺ വെജ് എടുക്കരുത്, വെജ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ കഠിനമായിട്ടുള്ള വ്രതം എടുക്കാനുള്ള ആ ഒരു ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതൊക്കെ ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം ശാന്തി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി, മോളുടെ അച്ഛൻ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് വരണം, അതാ ഞങ്ങളുടെ ഈ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അച്ഛൻ ഉറപ്പായിട്ടും ജയിലിൽ നിന്ന് വരുന്നൊക്കെ ശ്രുതിയോട് പറഞ്ഞിട്ട് ഇവരെ നേരെ വീട്ടിലേക്ക് അയക്കുകയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ദേഹം മുഴുവൻ വേദന, ശരീരം ആകസനം മൊത്തം വേദനയാണ്. അപ്പൊ കാലൊക്കെ തിരുമിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്കാണ് മീരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്ത് ചെയ്യാനാ മീരെ, കള്ളത്തരം ഒന്നും പറയണ്ടായിരുന്നു, ഇപ്പം കള്ളത്തരം പറഞ്ഞത് പ്രശ്നമായി പോയി. എനിക്ക് വയ്യ, ഇനി വ്രതം എടുക്കണം, അതിൻ്റെ കൂടെ എനിക്ക് എല്ലാം കൂടെ ഓർക്കുമ്പോൾ തലയ്ക്ക് വേദനയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മീര ചിരിക്കുക. അപ്പം മീരോട് പറയാം, നീ ചിരിക്കുക, മനുഷ്യനിവിടെ പ്രാണവേദനയാണ്, നീ അവിടെ കിടന്ന് ചിരിക്കടി എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി വരുമ്പം, എന്നാ പിന്നെ മീരെ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പം ശ്രുതി ഇങ്ങനെ കാലൊക്കെ തിരുമുന്നത് കണ്ടിട്ട്, എന്തു പറ്റി, കാലിനൊക്കെ വേദനയാണോ ശ്രുതി എന്ന് ചോദിച്ചപ്പം, അതേ ശ്രുതി, എനിക്ക് അറിയില്ല, കാല് മുഴുവൻ വേദനയാ, കാലൊന്നും നിലത്ത് കുത്താൻ പറ്റുന്നില്ല, എന്തൊരു അസ്വസ്ഥതയാണെന്ന് അറിയാമോ, ഒന്ന് തിരുമിത്താന്ന് പറഞ്ഞ് ഇങ്ങനെ തിരുമിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രുതി ഇങ്ങനെ കാല് തിരുമിയൊക്കെ കൊടുക്കുകയാണ് പതുക്കെ. ഇത് കണ്ടോന്ന് ചന്ദ്ര ഇങ്ങ് വരികയല്ലേ. ചന്ദ്രശ്ശെ, നീ എന്താണ് ഈ കാണിക്കുന്നത്, വ്രതം എടുത്ത പെണ്ണിന്റെ കാല് തിരുമി കൊടുക്കുന്നോ, നീ കുറച്ച് ദിവസത്തേക്ക് ഇവളുടെ അടുത്ത് പോലും വരാൻ പാടില്ലാത്തതാ, എന്നിട്ട് നീ എന്ത് പരിപാടി കട കാണിക്കുന്നു, ഇറങ്ങിപ്പോടാ, നിന്നെ ഉണ്ടല്ലോടാ ഞാന്, ദേ ഇവളുടെ അടുത്ത് പോലും നീ വന്നിരിക്കരുത്, വൃത്തത്തിനും കോട്ടം തട്ടുന്ന പരിപാടിയൊന്നും നീ ചെയ്തു വെച്ചേക്കരുത്, ഇത്രയും ചെയ്തതൊക്കെ വെറും പാഴായി പോവുകയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അത് പിന്നെ അവൾക്ക് വയ്യാഞ്ഞിട്ടല്ലേ, അവളുടെ കാല് തിരുമ്മി കൊടുക്കാൻ ആരും ഇല്ലല്ലോ, കാലൊക്കെ അവള് തന്നെ തിരുമിക്കോളും, ഈ വേദനയൊക്കെ ദൈവം മാറ്റിക്കോളും. അതുകൊണ്ടേ നീ ഒരു കാര്യം ചെയ്യ മോളെ ശ്രുതി, ഞാൻ പറഞ്ഞു, വ്രതത്തിന്റെ ശുദ്ധിയും വൃത്തിയോടും കൂടി എടുക്കണം, അതുകൊണ്ട് മോള് വ്രതം തെറ്റിക്കരുത്. രേവതി പറഞ്ഞു തോർക്കുന്നുണ്ടല്ലോ, വ്രതം തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആപത്ത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ശ്രുതിക്കാണെങ്കിൽ കാലിന്ന് പെരുവിരളിൽ നിന്ന് തരിച്ച് തലമണ്ട വരെ എത്തി കേട്ടോ. നമ്മുടെ ചന്ദ്രയ്ക്കെങ്ങാണോ ഒരൊറ്റ ഒരെണ്ണം കൊടുക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ എടുത്ത് അരച്ചേനെ നമ്മുടെ ശ്രുതി. ഈ സമയത്താണ് നമ്മുടെ വർഷ, അയ്യോ വിശക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. എങ്ങോട്ടേക്ക്? രേവതിയുടെ അടുത്തേക്ക്. അത് പിന്നെയും, ചേച്ചി ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ പുറത്ത് പോയി ആഹാരം കഴിക്കാൻ പോകും, എനിക്ക് ബെറോട്ടയും ചിക്കനും കഴിക്കാൻ തോന്നുമ്പോൾ ശ്രീകാന്തെ നമുക്ക് പുറത്ത് പോയി ബെറോട്ടയും ചിക്കനും കഴിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി പറഞ്ഞു, അയ്യോ നിങ്ങൾ പുറത്ത് പോകുന്നത് എന്തിനാ, വെറുതെ എന്തിനാ പുറത്തെ ഫുഡൊക്കെ കഴിച്ച് ശരീരം കേടാക്കുന്നത്, ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡുകളൊന്നും അത്രയ്ക്ക് നല്ലതല്ല അല്ലേ ശ്രീകാന്ത് എന്ന് ചോദിച്ചപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എനിക്കിട്ട് തന്നെ പണി തരുവാണോ, ഞാൻ റെസ്റ്റോറൻറ്റിലെ ആളാന്ന് മറന്നുപോയോ ചേച്ചി, രേവതി എടുത്തിന്ന് ചോദിച്ചപ്പം, അത് പിന്നെ സത്യം പോലെ പറയണമല്ലോ, നീ റെസ്റ്റോറൻറ്റിലാണെങ്കിലും നീ പറഞ്ഞേ നമുക്ക് റെസ്റ്റോറൻറ്റിലെ ഫുഡ് നല്ലതാണോ, അത് ശരിയാണ്,
റെസ്റ്റോറൻറ്റിലെ ആളൊക്കെ ആണെങ്കിലും പക്ഷേ രേവതി എടുത്തി പറയുന്നത് ശരിയാ, റെസ്റ്റോറൻറ്റിലെ ഫുഡൊന്നും അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. അതുകൊണ്ട് രേവതി ചേച്ചി ഉണ്ടാക്കി തരുമെങ്കിൽ നീ അത് കഴിക്ക്. ആ, നാളെ ഞാൻ നിനക്ക് പൊറോട്ടയും ചിക്കനും ഉണ്ടാക്കി തന്നാൽ പോരെ? ആ, എനിക്ക് ഗ്രില്ല് ചിക്കൻ തന്നെ വേണം, അതിവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? അത് ഞാൻ ഉണ്ടാക്കിയാൽ പോരെ? അപ്പം ഇപ്പം എനിക്ക് വേണം എന്നുള്ളത് ഞാൻ എങ്ങനെ കഴിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം ഇവർ മൂന്ന് പേര് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര വരിക. ചന്ദ്ര വന്നിട്ട് എന്ത് പറ്റി മൂന്ന് പേരും ഒരു സംസാരം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അമ്മേ എനിക്ക് പൊറോട്ടയും ചിക്കനും തിന്നാൻ തോന്നുന്നു, ഞാൻ ഓർഡർ ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും പൊറോട്ടയും ചിക്കനും കഴിക്കാന്ന് പറഞ്ഞപ്പോൾ, പൊറോട്ടയും ചിക്കനുമോ മോൾ, എന്താ ഈ പറയുന്നത്? എന്താ ആൻറ്റി പൊറോട്ടയും ചിക്കനും കേട്ടിട്ടില്ലേ? പൊറോട്ട ചിക്കൻ, ഗ്രില്ലഡ് ചിക്കൻ സൂപ്പർ ആയിരിക്കില്ലേ? ആൻറ്റി കഴിച്ചിട്ടുണ്ടോ? എൻ്റെ പൊന്നുമോളെ, പൊറോട്ടയും ചിക്കനൊന്നും കഴിക്കാൻ ഇവിടെ പറ്റില്ല. ഇവിടെ ശ്രുതി വ്രതം എടുത്തിരിക്കുകയെന്ന് മോള് മറന്നുപോയോ? ഒരാൾ വ്രതം എടുത്താൽ കുടുംബത്തിലെ എല്ലാവരെയും അത് ബാധിക്കും. നമുക്ക് ഈ വീട്ടിനകത്ത് ഇനി നോൺ വെജ് കയറ്റാൻ പാടില്ല. 48 ദിവസം കഴിഞ്ഞാലേ നോൺ വെജ് കയറ്റാൻ പാടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, ആഹാ, അതെവിടത്തെ ന്യായവാ? അവരുടെ അച്ഛന് വേണ്ടി അവർ വ്രതം എടുക്കുന്നു, അതിനിപ്പം ഞങ്ങൾക്ക് കഴിക്കുന്നതിന് എന്താ? എനിക്ക് പറ്റത്തൊന്നുമില്ല നോൺ വെജ് കഴിക്കാതിരിക്കാൻ. ഓ, നോൺ വെജ് കഴിക്കാതെ ഒരു ദിവസം പോലും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല, ഞാൻ നോൺ വെജ് കഴിക്കുന്നു പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അത് പറ്റത്തില്ല മോളെ, അതൊരിക്കലും ശരിയാവത്തില്ല. ഇപ്പൊ രേവതിയും പറഞ്ഞു, ശരിയാ അമ്മ പറയുന്നത്, നമ്മളൊരു വ്രതം എടുക്കുന്ന ഒരാൾ ഇവിടെ ഉള്ളപ്പം ഇവിടെ ഇറച്ചി മീനൊന്നും കയറ്റാൻ പാടില്ല. അത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും അങ്ങനെയാണല്ലോ. ഒരാൾ വ്രതം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളും സഹകരിച്ചു പോകണ്ടേ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടോണ്ട് രവീന്ദ്രൻ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു വരിക. അതിൻ്റെ ഇടയിൽ സച്ചിയും വന്നു. സച്ചിയും ചോദിച്ചു, എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന്. അപ്പം അവിടെ മൊത്തം ഈ ഒരു വിഷയമാണ്, നോൺ വെജ് കഴിക്കാൻ പാടില്ല, മാത്രമല്ല ഒരാൾ വ്രതം എടുക്കുമ്പോൾ മറ്റേ ആളും അതിൻ്റെ കൂടെ നമ്മളൊക്കെ ഒരുമിച്ച് സഹകരിച്ച് നിൽക്കണം എന്നൊക്കെ. അപ്പോഴത്തേക്കാണ് സച്ചി പറഞ്ഞു, ആ, അത് ശരിയാണ്, നമ്മുടെ വീട്ടിൽ ഒരാൾ വ്രതം എടുക്കുമ്പം സഹകരണം വേണം. പ്രത്യേകിച്ച് സഹകരണം വേണ്ടത് ആർക്കാന്നറിയാമോ? ഭാര്യയ്ക്കും ഭർത്താവിനും. അതെ, ശ്രീകാന്തിന്റെ ഭാര്യയുടെ അമ്മായി അച്ഛൻ ജയിലിൽ പോയാൽ ഇപ്പം വർഷയ്ക്ക് വ്രതം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീയും വ്രതം എടുക്കണം. അപ്പം പെട്ടെന്ന് വർഷ ചോദിച്ചു, എൻ്റെ അച്ഛൻ ജയിലിൽ പോയാൽ? എൻ്റെ അച്ഛൻ അതുപോലെ വൃത്തികെട്ട ആളൊന്നുമല്ല. ഓഹോ, അപ്പൊ വർഷ പറഞ്ഞു വരുന്നത് ഈ നിൽക്കുന്ന പൗഡർ ഇടത്തിന്റെ അച്ഛൻ വൃത്തികെട്ടവനാണെന്നാണോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നിന്റെ അച്ഛൻ ജയിലിൽ പോകാനുള്ള വഴി നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം വർഷ, അപ്പൊ നമുക്ക് വ്രതം എടുക്കാലോ. എന്റെ പൊന്ന് സച്ചേട്ടൻ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെങ്കിലും എനിക്ക് വിശക്കണുണ്ട്, ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, രേവതി ഒരു കാര്യം ചെയ്യും, നീ പെട്ടെന്ന് എന്തെങ്കിലും അവക്ക് ഉണ്ടാക്കുമ്പോൾ അറിയാലോ, ഉപ്പൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞ, അല്ല രേവതിയടുത്തി അല്ലല്ലോ, ശ്രുതിയടുത്ത് തന്നെയല്ലേ ഉണ്ടാക്കേണ്ടത്, ശ്രുതിയടുത്തി ഉണ്ടാക്കണം എന്നല്ലേ പറഞ്ഞത്, അത് രേവതിയടുത്തി ഉണ്ടാക്കിയാൽ എങ്ങനെ ശരിയാകും ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും, ആ ശരിയാണല്ലോ, അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ലല്ലോ അല്ലേ? ഓ, ആ കാര്യം ഞാൻ മറന്നുപോയി. ആ, ഇപ്പോഴും ഓർമ്മിപ്പിച്ചത് നന്നായി ശ്രീകാന്തേ. അതെ, ശ്രുതിക്കുള്ള ഭക്ഷണം ശ്രുതി തന്നെ ഉണ്ടാക്കണം, ചെല്ല് എന്ന് പറഞ്ഞ് ശ്രുതിനെ തള്ളി അടുക്കളയിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, നമ്മുടെ ശ്രുതിക്ക് 8ന്റെ പണിയല്ല, 28ന്റെ പണിയല്ല, 68ന്റെ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. കാണാനും രസമുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പം ഓരോ പണികളും ഓരോന്നായി നമ്മുടെ ശ്രുതിക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഇത്രയും നാളും നമ്മുടെ രേവതിനെ കൊണ്ടാണ് അവിടെ ജീവിച്ചത്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പക്ഷെ ഇപ്പം നമ്മുടെ ശ്രുതിക്ക് ഭക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടോ, എനിക്കറിയാം കുറച്ച് ലേറ്റായി പോയെന്ന്. സ്ഥിരം പ്രേക്ഷകരൊക്കെ രാവിലെ ആയിരുന്നു എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഇന്ന് ലേറ്റായി പോയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഞായറാഴ്ച ആകട്ടെ എന്നത് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഇനിയിപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. രേവതിയുടെയും സച്ചുയുടെയും നാളത്തെ കഥ നമ്മൾ ഉച്ചയ്ക്ക് ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഈ വീഡിയോയുടെ താഴെ കിടപ്പുണ്ട് കേട്ടോ. രേവതിയുടെയും സച്ചിയുടെയും നെക്സ്റ്റ് വീക്ക് പ്രമോ, അതുപോലെ തന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ, അടിപൊളി വിശേഷമാണ്. അപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.